ഹായ് ഫ്രണ്ട്സ്, ലേൺ വിത്ത് ജി ആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ 1 മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കുട്ടിയുടെ സംശയമാണ്. ദ എൻജിൻ ഓഫ് ദിസ് കാർ ഈസ് മാനുഫാക്ചർഡ് ഇൻ ജപ്പാൻ ആൻഡ് ദ അതർ പാർട്സ് ഇൻ ഇന്ത്യ. ഈ കാറിൻ്റെ എൻജിൻ നിർമ്മിച്ചിരിക്കുന്നത് ജപ്പാനിലാണ്, ബാക്കി പാർട്സ് ഇന്ത്യയിലുമാണ്. കുട്ടി ചോദിക്കുകയാണ്, ഹൗ ക്യാൻ വി പെർഫെക്റ്റ്ലി അസംബിൾ ദ പാർട്സ് മാനുഫാക്ചർഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്? പല രാജ്യത്ത് നിർമ്മിക്കുന്ന ഈ പാർട്സ് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായി പെർഫെക്റ്റായിട്ട് അസംബിൾ ചെയ്യുന്നതെന്നാണ് കുട്ടിയുടെ സംശയം. നമുക്ക് നോക്കാം. ടു സോൾവ് സച്ച് പ്രോബ്ലംസ് ഇൻ അവർ ഡെയിലി ലൈഫ് ഇറ്റ് ഈസ് നെസസറി ടു മെഷർ ആൻഡ് സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഫിനോമിന. സച്ച് മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇതുപോലെ നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഒബ്ജക്ട്സുകളുടെ മെഷർമെൻറ്റ്സ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇങ്ങനെ മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ചുവടെ നൽകിയിരിക്കുന്നത് കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. അതിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരാൾ ഒരു പിറ്റിൻ്റെ ഡെപ്ത് അളക്കുകയാണ്. അവിടെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ അളക്കുന്നത്? ലെങ്ത് ആണ്. രണ്ടാമത്തത് എന്താണ്? വെജിറ്റബിൾസിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുകയാണ് അല്ലേ? അവിടെ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? മാസ് ആണ്. മൂന്നാമത് ഒരു ടൈലർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള അളവുകൾ എടുക്കുന്നു. അവിടെ എന്താണ്? അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? അവിടെ ലെങ്ത് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഒരു റേസിൽ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുന്നു. അവിടെ എന്താണ് നമ്മൾ കണക്കാക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി? ടൈം. അടുത്തത് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നു. അവിടെ എന്താണ് ചെക്ക് ചെയ്യുന്നത്? പ്രഷറാണ് ചെക്ക് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി. അടുത്തത് മെഷറിംഗ് ബോഡി ഹീറ്റ്. അവിടെ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത എന്താണ്? ഇൻ ഓൾ ദ എബോവ് സിറ്റുവേഷൻസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹെൽപ്പ് സോൾവ് ദ പ്രാക്ടിക്കൽ പ്രോബ്ലം സ്യൂട്ടബിളി. ഓരോ പ്രാക്ടിക്കൽ പ്രോബ്ലംസും സ്യൂട്ടബിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ നമുക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സഹായിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള മോർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത്, മാസ്, ടൈം, അതുപോലെ വേറെയുള്ളതാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അടുത്തത് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഓക്കെ. ലൂമിനസ് ഇൻറ്റൻസിറ്റി ഇതെന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി നമുക്ക് നോക്കാം. There are many physical quantities among them. Length, mass, time, electric current, temperature, amount of substance and luminous intensity are called fundamental quantities. ഇപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി ഇവയെല്ലാം എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. എന്താണ് ഇവയെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാൻ കാരണം? All the other quantities can be expressed in terms of these fundamental quantities. ഇവയൊഴികെ ബാക്കിയുള്ള ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഇവയുപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവയെ എന്തെന്ന് വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. നമ്മൾ പറഞ്ഞ എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് മറ്റ് ക്വാണ്ടിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്രസ് ചെയ്യാം. പക്ഷേ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ അത് പറ്റുമോ? ഇല്ല. അവ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചു. ലെങ്ത്, മാസ്, അതുപോലെ ടൈം, പിന്നെ ഇപ്പോൾ നമ്മൾ ബാക്കി പഠിച്ചതാണ് ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്,
ലൂമിനസ് ഇൻറ്റൻസിറ്റി, അതൊക്കെ നമുക്കിവിടെ എഴുതാവുന്നതാണ്. അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻ അവർ ഡെയിലി ലൈഫ് ഡു വി യൂസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓൺലി. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മാത്രമാണോ ഉപയോഗിക്കുന്നത്? അല്ല, നമ്മൾ വേറെയും ക്വാണ്ടിറ്റീസ് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാണ് ഏരിയ. ഈ ഫിഗറിൽ ഈ വോള് പെയിൻറ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ആ വോളിൻ്റെ ഏരിയ അറിയണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അത് അവിടെ പെയിൻ്റ് അടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ ഗ്ലാസ്സിലെ വെള്ളം, അതുപോലെ ഇതിലെന്താണ് മെഡിസിൻ, ഇതിൻ്റെയൊക്കെ നമ്മൾ എന്താണ് കണക്കാക്കുന്നത്? വോളിയമാണ് കണക്കാക്കാറുള്ളത് അല്ലേ? അപ്പം എങ്ങനെയാണ് ഏരിയ കണക്കാക്കുന്നത്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. അതുപോലെ വോളിയം കണക്കാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സർക്കംഫറൻസ് ഓഫ് ദ മെഷറിംഗ് ജാർ, ഇതിൻ്റെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഈ മെഷറിംഗ് ജാറിൻ്റെ സർക്കംഫറൻസ് ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് ആണ് കണക്കാക്കാറുള്ളത് അല്ലേ? ഇനി വിച്ച് ആർ ദ ക്വാണ്ടിറ്റീസ് യൂസ്ഡ് ഹിയർ ടു ഫൈൻഡ് ഏരിയ ആൻഡ് വോളിയം. ഇവിടെ ഏരിയയും വോളിയവും കണക്കാക്കാൻ നമ്മൾ എന്തെല്ലാം ക്വാണ്ടിറ്റീസ് ആണ് ഉപയോഗിച്ചത്? ലെങ്ത് ആണല്ലേ. ഇവിടെ നമ്മൾ ലെങ്തും വിഡ്ത്തും ഹൈറ്റും ഇവയെല്ലാം എന്താണ്? ലെങ്തിലാണ് അല്ലേ? കാരണം രണ്ട് പൊസിഷൻസിനിടയിലുള്ള ദൂരമാണ് ഇവയെല്ലാം, ഹൈറ്റ് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും വിഡ്ത്ത് ആണെങ്കിലും അല്ലേ? ഓൾ ഓഫ് ദം ആർ, ചോദിച്ചിട്ടുണ്ട്, ഓൾ ഓഫ് ദം ആർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ്. എന്താണ്? രണ്ട് പൊസിഷൻസിനിടയിലുള്ള ദൂരമാണ് ഇവയെല്ലാം. ലെങ്ത് ആണെങ്കിലും വിഡ്ത്ത് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും രണ്ട് പൊസിഷൻസിനിടയിലുള്ള ദൂരമാണ്. ഓക്കെ, അപ്പം ലെങ്ത് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ് റെപ്രസെൻ്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി കോൾഡ് ലെങ്ത്. രണ്ട് പൊസിഷൻസിനിടയിലുള്ള ദൂരത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ലെങ്ത്. ഓക്കെ, ഇനി ഈ ഏരിയയും വോളിയം കണക്കാക്കാൻ നമ്മളും എന്തുപയോഗിച്ചിട്ടുണ്ട്? ലെങ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള എന്താണ് ക്വാണ്ടിറ്റീസ്, അതായത് ഏരിയ, വോളിയം പോലെയുള്ള ക്വാണ്ടിറ്റീസ് കണ്ടെത്താൻ നമ്മൾ ആരെ ഉപയോഗിച്ചു? നമ്മളുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ലെങ്തിനെ നമ്മൾ യൂസ് ചെയ്തു അല്ലേ? അപ്പം ഇങ്ങനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് കണ്ടെത്തുന്ന ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പം ഏരിയയും വോളിയവും എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. കാരണം അവ രണ്ടും കണ്ടെത്താൻ നമുക്ക് ആരെ ആവശ്യമായി വന്നു? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ലെങ്തിനെ ആവശ്യമായി വന്നു. അപ്പം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് കണ്ടെത്തുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അടുത്തത് മാസ് ആണ് നമ്മൾ നോക്കുന്നത്. മാസ് മാർക്ക്ഡ് ഓൺ ദ സിലിണ്ടർ. ഈ സിലിണ്ടറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന മാസ് എത്രയാണ്? 14.2 ആണ്. 2 കിലോഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ഹിയർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് മാസ് ഈസ് ഇൻഡിക്കേറ്റഡ് യൂസിങ് ന്യൂമറിക്കൽ വാല്യൂ. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയുള്ള മാസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ്? ആദ്യം ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് എ യൂണിറ്റ്, അതിനുശേഷം ഒരു യൂണിറ്റായ കിലോഗ്രാമും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി വാല്യൂവും യൂണിറ്റും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ടെമ്പറേച്ചറാണ്, അത് 37.8 ഡിഗ്രി. യൂണിറ്റ് സെൽഷ്യസിലാണ് നമ്മൾ പറയുന്നത്, 37.8 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെയാണ് നമ്മളതിനെ മാർക്ക് ചെയ്യുന്നത്. അടുത്തത് എന്താണ്? ഹൈറ്റ് ആണ് അല്ലേ? ഹൈറ്റ് ആണ്. അടുത്ത എന്താണ്? ഹൈറ്റ് ആണ്. ഹൈറ്റ് എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? 165 ആണ് അല്ലേ? ഹൈറ്റ് നമ്മൾ സെൻറ്റിമീറ്ററിലാണ് പറയുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത് 165 സെൻറ്റിമീറ്റർ. അടുത്ത എന്താണ്? അടുത്തത് മാസ് ആണല്ലേ? മാസ് ഇവിടെ എത്രയാണ്? 1 kg ആണല്ലേ? നമ്മൾ യൂണിറ്റായിട്ട് kg ആണ് ഉപയോഗിക്കുന്നത്. 1 kg എന്ന് എഴുതും. ഓക്കെ, ഇവിടെ എല്ലാം എന്താണ്? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആദ്യം അതിനൊരു എന്ത് കാണും? ഒരു ന്യൂമറിക്കൽ വാല്യൂ കാണും. കണ്ടില്ലേ? ഈ 37.8 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം എന്ത് കാണും? ഒരു ന്യൂമറിക്കൽ വാല്യൂ കാണും. അതിനെ ഫോളോ ചെയ്ത് ഒരു യൂണിറ്റും കാണും.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു യൂണിറ്റും വേണം അതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഒരു ന്യൂമറിക്കൽ വാല്യൂവും വേണം. അടുത്തതാണ് യൂണിറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനിവിടെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഒരു കുട്ടിയുടെ, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരം അളക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ലാർജ് സ്റ്റിക്കും എടുക്കണം, ഷോർട്ട് സ്റ്റിക്കും എടുക്കണം. അതുപോലെ പാത്രം, ഒരു ലാർജ് ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുകയും വേണം. അതുപോലെ തന്നെ സ്മോളർ ഗ്ലാസ്സും എടുത്തിട്ട് വെള്ളത്തിൻ്റെ വോളിയം അളക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ഇപ്പം ഞാനൊരു കുട്ടിയുടെ നീളം ലാർജർ സ്റ്റിക്ക് കൊണ്ട് അളക്കുമ്പം എനിക്ക് 2 സ്റ്റിക്കിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഷോർട്ടർ സ്റ്റിക്കാണെങ്കിൽ എനിക്ക് 6 സ്റ്റിക്ക് വേണ്ടി വരും അല്ലേ. അത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന റെഫറൻസ് ഒബ്ജക്റ്റിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് അല്ലേ. ചെറിയ സാധനം റെഫറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 6 വേണ്ടി വരും, വലുതാണെങ്കിൽ 2 മതി. അതുപോലെ ഞാൻ വെള്ളം ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഈ പാത്രം നിറയ്ക്കാനായിട്ട് എനിക്ക് ഈ ചെറിയ പാത്രം ഉപയോഗിച്ച്, ഗ്ലാസ് ഉപയോഗിച്ച് എനിക്ക് എന്താണ് ഒരു 7 8 എങ്കിലും ഗ്ലാസ് വേണ്ടി വരും. പക്ഷേ ചെറുത് ഉപയോഗിക്കാനായിട്ട് 7 8 ഗ്ലാസ് ആവശ്യമായിട്ട് വരും. വലുതിനാണെങ്കിൽ അത്രയും വേണ്ടി വരില്ല. 3 ഗ്ലാസ്സിലെല്ലാം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് നിറയും. ഓക്കെ. അപ്പോൾ ഇവിടെയും എന്താണ്, നമ്മൾ എടുത്തിരിക്കുന്ന 2 റെഫറൻസുകൾ, ഒബ്ജക്റ്റായിട്ട് എടുത്തിരിക്കുന്ന റെഫറൻസ് ഒബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണല്ലേ. 2 different reference objects were used in each case to determine a physical quantity. ഇവിടെ നമ്മൾ 2 ഡിഫറെൻറ്റ് റെഫറൻസ് ഒബ്ജക്റ്റുകളാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടെത്താനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ ബോത്ത് കേസസ് ആർ ദ മെഷർമെൻറ്റ്സ് ഒബ്റ്റെയിൻഡ് ദ സെയിം. ഈ ബോത്ത് കേസിലും മെഷർമെൻറ്റ്സ് സെയിം ആണോ കിട്ടുന്നത്? അല്ല. നോ. വൈ ആർ ദ മെഷർമെൻറ്റ്സ് നോട്ട് ഈക്വൽ? മെഷർമെൻറ്റ്സ് ഈക്വൽ ആകാത്തതിൻ്റെ കാരണം എന്താണ്? ഈ റെഫറൻസിനായിട്ട് എടുത്തിരിക്കുന്ന വസ്തുക്കൾ സെയിം അല്ലാത്തത് കൊണ്ടാണ്. വെൻ എവ്രി വൺ യൂസസ് ദ സെയിം റെഫറൻസ് ഒബ്ജക്റ്റ് ഈസിൻറ്റ് മെഷർമെൻറ്റ് ദ സെയിം. ഇവിടെ എല്ലാവരും എടുക്കുന്നത് ഒരേ റെഫറൻസ് ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ? എല്ലാം സെയിം ആയി വരത്തില്ലേ? വെൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ് എനിവെയർ ഇൻ ദ വേൾഡ് ദ മെഷർമെൻറ്റ് ഷുഡ് ബി ദ സെയിം, റൈറ്റ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ലോകത്ത് എല്ലായിടത്തും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? എല്ലായിടത്തും ഒരേ റെഫറൻസ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫോർ ദിസ് എവറി വൺ ഷുഡ് അഡോപ്റ്റ് എ ഫിക്സഡ് റെഫറൻസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? ഒരു ഫിക്സഡ് റെഫറൻസ് എടുക്കണം. എല്ലാവരും ഈ ലോങ്ങർ സ്റ്റിക്കും ഷോർട്ടർ സ്റ്റിക്കും ഒക്കെ എടുക്കാതെ കണ്ട് എല്ലാവർക്കും ഒരേ നീളമുള്ള ഒരു സ്റ്റിക്കായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരേ അളവായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണം? റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ഒരു ഫിക്സഡ് റെഫറൻസേ പാടുള്ളൂ. ഈ യൂണിറ്റിനെയാണ് നമ്മൾ ദിസ് ഈസ് കോൾഡ് ദ യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഫിക്സഡ് ആയിട്ടുള്ള റെഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിരിക്കും. എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും അത്. എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് അക്സെപ്റ്റഡ് യൂണിവേഴ്സലി ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. യൂണിവേഴ്സലി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള റെഫറൻസിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇൻ പാസ്റ്റ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് വെയർ യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ്സ് ആൻഡ് റെക്കോർഡിംഗ് ഇൻ ഈച്ച് റീജിയൻ. ഫോർ എക്സാമ്പിൾ, യൂണിറ്റ്സ് ലൈക്ക് ദ ഫുട്ട്, ക്യൂബിറ്റ് ആൻഡ് ഹാൻഡ് സ്പാൻ വെയർ യൂസ്ഡ് ലോക്കലി ടു മെഷർ ലെങ്ത്. പണ്ടുള്ള കാലത്ത് എന്താണ്? ഫൂട്ട്, ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ ഇതൊക്കെയായിരുന്നു ലോക്കലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂണിറ്റുകൾ. അപ്പം ഇതിന് ഒരുപാട് ദോഷങ്ങളുണ്ട്. എന്താണ്? ഇത് ഒരിക്കലും ആക്യുറേറ്റ് അല്ല. പലരുടെയും കാലിനും കൈക്കും ഒക്കെ നീളം കൂടുതലും കാണും, കുറവും കാണും അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്സിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് വെർ ഓൾസോ യൂസ്ഡ് ഇൻ അതർ കൺട്രീസ്. നമ്മൾ ഇവിടേക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ വേറെ രാജ്യത്ത് വേറെ അളവുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഒരുപാട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തു. എന്തൊക്കെയാണത്? ലോ ആക്യുറസി ആണ്. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ഫോർ ദ പീപ്പിൾ ഇൻ അതർ
റീജിയൻസ് ടു അനലൈസ് മെഷർമെൻറ്റ്സ്. വേറെ രാജ്യത്തുള്ള ആളുകൾക്ക് വേറെ റീജിയനിലുള്ള ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ എന്താണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ എന്താണ് ഇതിന് ഒരു യൂണിഫോമാലിറ്റി ഇല്ലായിരുന്നു, യൂണിഫോം അല്ലായിരുന്നു ഇത് പല സ്ഥലങ്ങളിലേതും. ബട്ട് ഇപ്പം എന്താ, ദ യൂണിറ്റ് മീറ്റർ ഈസ് യൂസ്ഡ് എവ്രിവെയർ ഇൻ ദ വേൾഡ് ടു മെഷർ ലെങ്ത്. ഇപ്പം ലോകത്തെ എല്ലായിടത്തും നമ്മൾ ലെങ്തിനെ മെഷർ ചെയ്യുന്ന എന്തുപയോഗിച്ചാണ്? മീറ്റർ ഉപയോഗിച്ചാണ് എല്ലായിടത്തും മെഷർ ചെയ്യുന്നത്. സിമിലർലി ദർ ആർ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ്സ് ഫോർ ഓൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇപ്പം ലെങ്തിന് മീറ്റർ എന്ന പോലെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റുകളുണ്ട്. ദിസ് ഈസ് കോൾഡ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇതിനെയാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അബ്രിവേറ്റ് ചെയ്ത് നമ്മൾ പറയും SI യൂണിറ്റ്സ്. മെഷർമെൻറ്റ് യൂസിങ് ദി SI യൂണിറ്റ്സ് ഓൾവേസ് ഹാസ് എ യൂണിവേഴ്സൽ റിസൾട്ട്. ഈ SI യൂണിറ്റ്സ് ഉപയോഗിക്കുന്നതിനെല്ലാത്തിനും ഒരു യൂണിവേഴ്സൽ റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. Now you might have understood how the parts of vehicles and equipment we use even if manufactured in different countries. ആദ്യത്തെ ആ കുട്ടിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്ക് ആ പാർട്സ് എല്ലാം യോജിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്? കാരണം എല്ലായിടത്തും ഒരേ റെഫറൻസ് ഒബ്ജക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് എല്ലായിടത്തും ഒരേ യൂണിറ്റുകളാണ്, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കൃത്യമായ അളവുകളിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആർ റിക്വയർഡ് ഫോർ ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. ലാർജർ യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ലാർജർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്മോളർ യൂണിറ്റ്സ് ഫോർ സ്മോളർ ക്വാണ്ടിറ്റീസ്. പിന്നെ സ്മോളർ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ലാർജർ ക്വാണ്ടിറ്റീസും ഉണ്ട്. നമ്മൾക്ക് സ്മോളർ ക്വാണ്ടിറ്റീസിന് നമ്മൾ എന്ത് ചെയ്യും? സ്മോളർ യൂണിറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ലാർജർ ക്വാണ്ടിറ്റീസിന് നമ്മൾ എന്ത് ചെയ്യും? ലാർജർ യൂണിറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കത് നോക്കാം. ലെങ്തിൻ്റെ തന്നെ സ്മോളർ യൂണിറ്റ്സും ലാർജർ യൂണിറ്റ്സും നോക്കാം. ദ SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ലെങ്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അതിൻ്റെ സിമ്പലാണ് സ്മോൾ ലെറ്റർ M. ഇനി സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ ഇവയൊക്കെ എന്താണ്? ലെങ്തിൻ്റെ മറ്റ് യൂണിറ്റുകൾ ആണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് നമുക്കുള്ളത്? ഇനി കുറച്ച് കൺവേർഷൻസ് ആണ്, അത് പഠിച്ചു വെക്കണം. ഒരു മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ ആണ്. ഒരു മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഒരു സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ ആണ്. ഒരു മീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്? 1000 മില്ലിമീറ്റർ ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഇനി ഇതേണ്ട ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ദ സ്കെയിൽ ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ് ബിലോ 30 മൈക്രോൺ ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ഷോപ്സ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് മുനിസിപ്പാലിറ്റി വിത്ത് എഫക്റ്റ് ഫ്രം 30/10/2022. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു യൂണിറ്റ് ആണ്. 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ബാഗുകളെല്ലാം നിരോധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് മൈക്രോൺ? മൈക്രോൺ എന്ന് പറയുന്നത് മൈക്രോമീറ്ററിൻ്റെ അബ്രിവിയേഷനാണ്. ഒരു മീറ്റർ എത്രയാണ്? എത്ര മൈക്രോൺ ആണ്? 10 ലക്ഷം മൈക്രോൺ ആണ് കേട്ടോ. 10 ലക്ഷം മീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. ഇതെന്താണ്? ചെറിയ അളവുകളാണ്. ലെങ്തിൻ്റെ ചെറിയ അളവുകളാണ് മൈക്രോമീറ്ററൊക്കെ. ഓക്കെ, ഇനി അടുത്തത് മാസിൻ്റെ യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കേ, ലെങ്തിൻ്റെ യൂണിറ്റുകൾ തന്നെയാണ്. 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു എത്ര മീറ്റർ ആണ്? 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. ഇനി അടുത്തത് നമ്മൾ എന്താണ് നോക്കുന്നത്? കിലോമീറ്ററിനെക്കാട്ടിലും വലിയ യൂണിറ്റുകളാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സണ്ണ്. അടുത്തൊരു ലെങ്ത് അളക്കുന്ന യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്?
ഒരു ആവറേജ് ഡിസ്റ്റൻസ് ആണ് എർത്ത് മുതൽ സൺ വരെയുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് എന്ത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് അപ്രോക്സിമേറ്റ്ലി 150 മില്യൺ കിലോമീറ്റർ ആണ്. അപ്പം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 150 മില്യൺ കിലോമീറ്റർ ആണ്. 1 astronomical unit is equal to 150 million kilometer. ഓക്കെ, അടുത്തതാണ് ലൈറ്റ് ഇയർ. 1 ലൈറ്റ് ഇയർ ആണ്. ഒരു ലൈറ്റ് ഇയർ 1 ലൈറ്റ് ഇയർ ഈസ് ദ ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽസ് ഇൻ 1 ഇയർ ഇൻ വാക്വം. ഒരു വർഷം വാക്വത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണെന്ത്? ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഒരു ലൈറ്റ് ഇയർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വർഷം ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇനി ലൈറ്റിൻ്റെ സ്പീഡ് നമുക്ക് നോക്കാം. ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ്? 300,000 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് നമ്മളുടെ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണ്? മാസ് ആണ്. മാസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മാസ് നോക്കാം. മാസിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ്. എന്തായിരുന്നു മാസ്? ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള മാറ്ററിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അടുത്തത് മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. അതിൻ്റെ സിമ്പൽ എന്താണ്? kg ആണ് അതിൻ്റെ സിമ്പൽ. ഓക്കെ, ഇനി മില്ലിഗ്രാമും ഗ്രാമും ആണ് സ്മോളർ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. മില്ലിഗ്രാമും ഗ്രാമുമാണ് മാസിൻ്റെ സ്മോളർ യൂണിറ്റ്സ്. 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാംസ് ആണ്. ഇനി ക്വിൻ്റലും ടണ്ണും എന്താണ്? മാസിൻ്റെ ലാർജർ യൂണിറ്റ്സ് ആണ്. മില്ലിഗ്രാം നോക്കിക്കേ, 1 കിലോഗ്രാം എത്ര മില്ലിഗ്രാം ആണ്? 10 ലക്ഷം മില്ലിഗ്രാം ആണ്. 1 കിലോഗ്രാമോ? 1000 ഗ്രാം ആണ്. 1 ക്വിൻ്റലോ? 100 കിലോഗ്രാം ആണ്. 1 ടണ്ണോ? 1000 കിലോഗ്രാം ആണ്. വീണ്ടും പഠിച്ചു വെക്കണേ, ഒന്ന് വൃത്തിയായിട്ട് അത് പഠിച്ചിരിക്കണം. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചോദിക്കാം. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ടൈം. ടൈമിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ്. നമുക്ക് നോക്കാം. SI യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്. ടൈമിൻ്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ് ടൈമിൻ്റെ SI യൂണിറ്റ്. മിനിറ്റ് ആൻഡ് അവർ ആർ ദ അതർ യൂണിറ്റ്സ് യൂസ്ഡ് ടു ഡിനോട്ട് ടൈം. ടൈമിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വേറെ യൂണിറ്റുകളാണ് ഏതൊക്കെ? മിനിറ്റും അവറും. ഇനി നമുക്ക് നോക്കാം യൂണിറ്റ്സ് ആയിട്ടുള്ള മിനിറ്റും അവറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മിനിറ്റും സെക്കൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. 1 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 1 മിനിറ്റ് 60 സെക്കൻഡാണ്. 1 അവർ എത്ര സെക്കൻഡാണ്? 3600 സെക്കൻഡാണ്. 1 മിനിറ്റ് 60 സെക്കൻഡ്, 1 അവർ 3600 സെക്കൻഡാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വോളിയമാണ്. വോളിയം എന്തായിരുന്നു? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അപ്പം ലെങ്തും മാസും ടൈമും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിരുന്നു. അതും അവയുടെ യൂണിറ്റ്സ് നമ്മൾ നോക്കി. ഇനി അടുത്തത് വോളിയമാണ്. അത് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. വോളിയം ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഇറ്റ് ഓക്യുപ്പൈസ്. എന്താണ് വോളിയം എന്നാൽ? എന്താണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ വോളിയം എന്നത് അതിന് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ട സ്ഥലത്തെയാണ്, സ്പേസിനെയാണ് വോളിയം എന്ന് പറയുന്നത്. ദ SI യൂണിറ്റ് ഓഫ് വോളിയം ഈസ് ക്യൂബിക് മീറ്റർ. വോളിയത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ക്യൂബിക് മീറ്റർ ആണ്. അതിൻ്റെ സിമ്പലോ മീറ്റർ ക്യൂബാണ്.
ഓക്കെ, അടുത്തത് നോക്കിക്കേ. ഇഫ് വോളിയം ഓഫ് the figure shows thousands cubes each with sides of 1 centimeter arranged to form a large cube. ഒരു സെന്റിമീറ്റർ സൈഡുള്ള ക്യൂബുകൾ വെച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ചേർത്ത് വെച്ചിട്ട് ഒരു ലാർജ് ക്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇഫ് ദ വോളിയം ഓഫ് ലാർജ് ക്യൂബ് ഈസ് 1 ലിറ്റർ, ലാർജ് ക്യൂബിൻ്റെ വോളിയം എത്രയാണ്? 1 ലിറ്റർ ആണ് എങ്കിൽ ക്യാൻ യു കംപ്ലീറ്റ് റൈറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് യൂണിറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഫിഗർ. ഈ ഫിഗറിലെ യൂണിറ്റ്സ് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 1 ലിറ്റർ എത്ര സെൻറ്റിമീറ്റർ ക്യൂബാണ്? 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതുപോലെ 1 ലിറ്റർ എത്ര മില്ലി ലിറ്റർ ആണ്? അതും 1000 മില്ലി ലിറ്റർ ആണ്. അടുത്തതാണ് ഡെൻസിറ്റി. നമുക്ക് നോക്കാം. വൈ ഈസ് ഡെൻസിറ്റി ഡിസ്പ്ലേഡ് ഓൺ ദി ഫ്യൂവൽ ഡിസ്പെൻസർ ഇൻ എ പെട്രോൾ പമ്പ്? അതായത് പെട്രോൾ പമ്പിൽ ഫ്യൂവൽ ഡിസ്പെൻസറിൽ ഡെൻസിറ്റി ഡിസ്പ്ലേ ചെയ്യുന്ന എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്ന കുട്ടിയുടെ ചോദ്യം. നമുക്ക് നോക്കാം. ടേക്ക് എ കാർഡ്ബോർഡ് ബോക്സ് ആൻഡ് കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം. ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ വോളിയം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിൽ ഇറ്റ് വിത്ത് സോഡസ്റ്റ് ആൻഡ് മെഷർ ഇറ്റ്സ് മാസ്. സോഡസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ മാസ് കണക്കാക്കാൻ പറയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞു? റീപ്ലേസ് ചെയ്തിട്ട് സാൻഡ് ഉപയോഗിച്ചും അതിൻ്റെ മാസ് കണക്കാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാസും വോളിയവും കണക്കാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മാസും വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണക്കാക്കാൻ പറ്റും? ഡെൻസിറ്റി കാണാനായിട്ട്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം റെപ്രസെൻറ്റ്സ് ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം. ഇവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. In 1960, an international conference held in Paris approved the International System of Units or SI Units as Universal System of Units for Measurements. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഇന്റർനാഷണലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? യൂണിറ്റുകളെ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് എന്നാണ് അപ്രൂവ് ചെയ്തത്? 1960 പാരീസിൽ വെച്ച് നടന്ന ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിലാണ്. അണ്ടർ ദിസ് സിസ്റ്റം, ഈ സിസ്റ്റം അനുസരിച്ച് യൂണിറ്റ്സ് വെയർ അസൈൻഡ് ടു ഓൾ ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആർ ദ യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അതായത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനൊക്കെ തന്നെ എന്ത് കൊണ്ടുവന്നു? യൂണിറ്റ്സ് കൊണ്ടുവന്നു. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സും അവയുടെ സിമ്പിൾസും ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ലെങ്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്, സിമ്പിൾ M. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം, സിമ്പിൾ kg. ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്, സിമ്പിൾ S. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് കെൽവിൻ, K ആണ്, സിമ്പിൾ. ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംബിയർ, A ആണ്, സിമ്പിൾ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ SI യൂണിറ്റ് മോൾ, MOL ആണ്, സിമ്പിൾ. ലുമിനസ് ഇൻറ്റൻസിറ്റിയുടെ SI യൂണിറ്റ് കാൻഡല, CD ആണ്, സിമ്പിൾ. ഇനി ഈ SI യൂണിറ്റ്സിൻ്റെ പ്രത്യേകതകൾ പഠിക്കണം. എന്തൊക്കെയാണ് SI യൂണിറ്റ്സിൻ്റെ പ്രത്യേകതകൾ? ദേ ആർ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്സ്. ഇവ എന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. ദേ ആർ ഇന്റർനാഷണലി അക്സെപ്റ്റഡ്. ഇതെന്താണ്? ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. യൂണിറ്റ്സ് ഓഫ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദിസ് യൂണിറ്റ്സ്. ഈ യൂണിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്.
അതെ, ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ബ്രെഡ്ത്തിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? മീറ്റർ ആണ്. അപ്പോൾ അതിനെ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. m സ്ക്വയർ ആണ്. അപ്പം ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ ആണ്. വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോഴെന്താണ്? ലെങ്തിൻ്റെത് SI യൂണിറ്റ് മീറ്റർ ആണ്. അതുപോലെ തന്നെ ബ്രെഡ്ത്തും ഹൈറ്റും എന്താണ്? മീറ്ററിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. 3 തവണ m ഇൻറ്റു ചെയ്തിട്ടുണ്ട്, അപ്പോൾ മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോളിയം ആണ് ഇക്വേഷൻ. മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. വോളിയത്തിൻ്റെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, SI യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് ആണ്, ബൈ മീറ്റർ ക്യൂബ്. അപ്പോൾ നമ്മൾ എന്താണ്? ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്, ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ യൂണിറ്റ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് യൂസിങ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓർ അതർ ഡിപ്പെൻഡ് ഓൺ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന യൂണിറ്റ്സോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്ന യൂണിറ്റ്സോ ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ്സ് റൈറ്റ് ചെയ്യുന്നതിലെ കുറച്ച് റൂൾസ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. നമുക്ക് ഓരോ റൂളും നോക്കാം. ഒബ്സർവ് ദ കറക്റ്റ് നൊട്ടേഷൻ ഓഫ് യൂണിറ്റ്സ് ഫോർ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇവയിലെ ഈ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലെയും കറക്റ്റ് നൊട്ടേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തേത് എന്താണ്? മാസ് ആണ് അല്ലേ? മാസ് ഓഫ് 1.5 kg. മാസ് ഓഫ് 1.5 ലിറ്റർ ഓഫ് വാട്ടർ എന്താണ് കൊടുത്തിരിക്കുന്നത്? 1 kg ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ എപ്പോഴും എന്തേ ചെയ്യാവുള്ളൂ? ലോവർ കേസ് ആയിരിക്കണം ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ നൽകേണ്ടത്. റൂൾസ് നമുക്ക് നോക്കാം, നോക്കിയിട്ട് നമുക്ക് പറയാം. എപ്പോഴും നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ എന്തായിരിക്കണം? ലോവർ കേസിലായിരിക്കണം യൂണിറ്റ് എഴുതേണ്ടത്. ഓക്കെ, യൂസ് ലോവർ കേസ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ലോവർ കേസ് ആയിരിക്കണം നമ്മൾ എഴുതുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഡു നോട്ട് യൂസ് ദ പ്ലൂറൽ ഫോംസ് ഓഫ് സിമ്പിൾസ്. സിമ്പിൾസിൻ്റെ പ്ലൂറൽ ഫോംസ് ഒന്നും തന്നെ എന്ത് ചെയ്യരുത്? ഉപയോഗിക്കരുത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഏതാണ്? ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ എന്താണ് ഉപയോഗിച്ചേക്കുന്നത്? എങ്ങനെയാണ് ഉപയോഗിച്ചേക്കുന്നത്? ഇവിടെ നമ്മൾ ലോവർ കേസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, സ്മോൾ kg ആണ് ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഇവിടെ നമ്മൾ പ്ലൂറൽ ഫോം ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഒന്നുകിൽ സിമ്പിളിന് നമ്മൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നും, അല്ലെങ്കിൽ മൊത്തം വേർഡ്സിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഒരിക്കലും എന്തെഴുതരുത്? അപ്പർ കേസിൽ എഴുതരുത് യൂണിറ്റ്സ്. നമ്മൾ എന്തിലാണ് എഴുതേണ്ടത്? യൂസ് ലോവർ കേസ് ഓഫ് ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ലോവർ കേസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് എന്താണ്? 1.5 kg ആണ് കറക്റ്റ്, സ്മോൾ ലെറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ പ്ലൂറൽ ഫോംസ് എന്ത് ചെയ്യരുത്? നമ്മൾ യൂസ് ചെയ്യരുത്. യൂണിറ്റ്സ് എഴുതുമ്പോൾ അതുകൊണ്ട് ഇവിടെ കിലോഗ്രാംസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. എങ്ങനെ എഴുതാവുള്ളൂ? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എന്തേ ചെയ്യാവുള്ളൂ? പ്ലൂറൽസ് യൂസ് ചെയ്യരുത്. പ്ലൂറൽ ഫോം എന്ത് ചെയ്യരുത്? യൂസ് ചെയ്യരുത്. എപ്പോഴും എന്തേ ഉപയോഗിക്കാവുള്ളൂ? സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? വൈൽ റൈറ്റിംഗ് യൂണിറ്റ്സ് along with a numerical value there must be a single space between them. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? സ്പേസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ സ്പേസ് ഒരുപാട് ഉപയോഗിക്കരുത്. എങ്ങനെ ചെയ്യാവുള്ളൂ? ഒരു സിംഗിൾ സ്പേസേ യൂസ് ചെയ്യാവുള്ളൂ. 1000, അടുത്ത എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സിംഗിൾ സ്പേസ് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? യൂസ് ചെയ്യാവുള്ളൂ. അല്ലാതെ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യരുത്? ഒരുപാട് സ്പേസ് ഇടരുത്. അതുപോലെ ഡു നോട്ട് യൂസ് മോർ ദാൻ 1 ഇതുപോലെ ഒരുപാട് സ്ലാഷ് എന്ത് ചെയ്യരുത്? ഉപയോഗിക്കരുത്. ഒരൊറ്റ സ്ലാഷ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ? ഉപയോഗിക്കാൻ പാടുള്ളൂ.
ഓക്കെ. അതുപോലെ ഡു നോട്ട് മിക്സ് എ സിമ്പിൾ ഓഫ് എ യൂണിറ്റ് വിത്ത് ദ നെയിം ഓഫ് ദ യൂണിറ്റ്. അതായത് പേരും അതുപോലെ യൂണിറ്റും കൂടെ, സിമ്പിളും അതുപോലെ യൂണിറ്റിൻ്റെ പേരും കൂടെ മിക്സ് ചെയ്ത് എഴുതരുത്. അതെന്തായിരിക്കും? തെറ്റാണ്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. രണ്ടും എന്ത് ചെയ്യണം? എഴുതുവാണെങ്കിൽ രണ്ടും സിമ്പിളിലായിരിക്കണം എഴുതേണ്ടത്. ഇനി അടുത്ത എന്താണ്? ഡു നോട്ട് യൂസ് മോർ ദാൻ 1 യൂണിറ്റ് ടു എക്സ്പ്രസ്. ഒന്നിലധികം യൂണിറ്റുകൾ യൂസ് ചെയ്യരുത്. ഒരൊറ്റ യൂണിറ്റേ യൂസ് ചെയ്യാവുള്ളൂ. കണ്ട എന്താണ് 1 kg 500 gram ആണല്ലേ. അപ്പോൾ നമ്മളിതിനെ 1.5 kg എന്നാണ് എഴുതേണ്ടത്. ഓക്കെ. ഒന്നിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചേർത്തേ എഴുതാവുള്ളൂ. ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ നമ്മൾ ഒരു ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. അടുത്തത് യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ് വെൻ റൈറ്റിംഗ് ദ നെയിം ഓഫ് എ യൂണിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് സിമ്പിൾ. അതായത് നമ്മൾ ലെറ്റേഴ്സിൽ എന്തെഴുതുവാണ്? യൂണിറ്റ്സ് എഴുതുകയാണ്. ലെറ്റേഴ്സിൽ യൂണിറ്റ്സ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ലോവർ കേസ് ലെറ്റേഴ്സ് ആണ്. യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ് വെൻ റൈറ്റിംഗ് ദ നെയിം ഓഫ് എ യൂണിറ്റ്. യൂണിറ്റിൻ്റെ പേര് എഴുതുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? ലോവർ കേസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അടുത്തത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അത് ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്മോൾ ലെറ്ററിൽ എഴുതണമെന്നല്ലേ. പക്ഷെ എന്താണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ ഉപയോഗിക്കാൻ കാരണം? ഏതെങ്കിലും സയൻറ്റിസ്റ്റുകളുടെ പേരാണ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ പേരാണ് യൂണിറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഇപ്പോഴും നമ്മൾ എന്തേ ഉപയോഗിക്കാവുള്ളൂ? ക്യാപിറ്റൽ ലെറ്ററെ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ നോ ഫുൾ സ്റ്റോപ്പ് ഓർ കോമ ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ദ സിമ്പിൾ. സിമ്പിളിന് ശേഷം നമ്മൾ എന്ത് ചെയ്യരുത്? ഫുൾ സ്റ്റോപ്പ് ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. ദേ ക്യാൻ ബി യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ്. സെൻറ്റൻസിൻ്റെ എൻഡിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ ക്വാണ്ടിറ്റി എഴുതി യൂണിറ്റ് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യരുത്? ഫുൾ സ്റ്റോപ്പോ അല്ലെങ്കിൽ കോമയോ യൂസ് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. ഇനി എ ഫുൾ സ്റ്റോപ്പ് ഓർ സ്പേസ് ഷുഡ് ബി യൂസ്ഡ് ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ഫോംഡ് ആസ് എ മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്സ്. മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്സ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അപ്പോൾ ഫോഴ്സും ഇൻറ്റു ഡിസ്റ്റൻസ് ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോക്കിക്കേ, ഇവിടെ ന്യൂട്ടണ് അതുപോലെ മീറ്റർ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് എഴുതുമ്പം അതിൻ്റെ ഇടയിൽ എന്ത് കൊടുക്കുക? ഒരു ഫുൾ സ്റ്റോപ്പ്. അല്ലെങ്കിൽ എന്ത് കൊടുക്കുക? ആ യൂണിറ്റ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? ഒരു സ്പേസ് കൊടുത്ത് എഴുതുമ്പോഴാണ് അവയുടെ യൂണിറ്റ് ശരിയാകുന്നത്. ഇനി മെഷർമെൻറ്റ്സ് ആണ്. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. ഇതെന്താണ്? സ്കെയിലാണ്. സ്കെയിലിൻ്റെ ലെങ്ത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ നമ്മുടെ ഹൈറ്റ് മെഷർ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ലീസ്റ്റ് കൗണ്ട് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് കോമൺലി യൂസ്ഡ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? 0.1 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. ഇനി ഒരു പേപ്പറിൻ്റെ തിക്നെസ് കണക്കാക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? അത് നമ്മളിതുപോലെ ബണ്ടിൽസ് ആയിട്ട് പേപ്പറിനെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഈ ബണ്ടിൽസ് ഓഫ് പേപ്പറിൻ്റെ ലെങ്ത് അളക്കുക, തിക്നെസ് അളക്കുക. എന്നിട്ട് ഈ എടുത്തിരിക്കുന്ന എത്രയാണോ അത്രയും പേപ്പറിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പേപ്പറിൻ്റെ തിക്നെസ് കിട്ടും. ഒരു പേപ്പറിൻ്റെ തിക്നെസ് എങ്ങനെയാണ് കാണുന്നത്? തിക്നെസ് ഓഫ് ദി പേപ്പർ സ്റ്റോക്ക് ബൈ നമ്പർ ഓഫ് പേപ്പേഴ്സ് ആണ്. അടുത്തത് ഈ ഒരു ജാറിലെ വെള്ളത്തിൻ്റെ വോളിയം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ലെറ്റ്സ് ട്രൈ ടു ദ വോളിയം ഓഫ് എ സ്റ്റോണിൻ്റെ വോളിയം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു pour some water into a measuring jar and mix it well. Tie the stone with a thread and dip into the water. വാട്ടറിലേക്ക് നമുക്ക് കണ്ടെത്തേണ്ട സ്റ്റോണ് ഡിപ്പ് ചെയ്യുക ഒരു ത്രെഡിൽ കെട്ടിയിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? വെള്ളം ഉയരും അല്ലേ? ഈ ഉയർന്ന വെള്ളത്തിൻ്റെ എന്ത് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ആയി പോകുന്ന ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള വെള്ളത്തിൻ്റെ വോളിയം കണക്കാക്കുക. അതെന്തിനോട് ഈക്വൽ ആയിരിക്കും? നമ്മളുടെ ഈ സ്റ്റോണിൻ്റെ വോളിയത്തിനോട് ഈക്വൽ ആയിരിക്കും. നമ്മൾ അങ്ങനെയാണ് എന്ത് കണക്കാക്കുന്നത്? വോളിയം കണക്കാക്കുന്നത്, സ്റ്റോണിൻ്റെ വോളിയം കണക്കാക്കുന്നത്. ഇനി
ടൈം മെഷറിംഗ് ടൈം യൂസിങ് എ സ്റ്റോപ്പ് വാച്ച്. ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് ടൈം കണക്കാക്കുന്നത്? സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ് ടു മെഷർ എ ടൈം ഇൻ്റർവെൽ. സ്റ്റോപ്പ് വാച്ച് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്ത് കണക്കാക്കാനാണ്? ടൈം ഇൻ്റർവെൽ കണക്കാക്കാനാണ്. ഇതുപോലെ നമ്മളോട് പറയാണ് ഒരു എന്താണ് സിമ്പിൾ പെൻഡിലും എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ മെറ്റൽ ബോള് ഓസിലേറ്റ് ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഒരു 10 ഓസിലേഷൻ കഴിയുമ്പോൾ ഉള്ള അതിൻ്റെ സമയം എത്രയാണെന്ന് നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ചാപ്റ്റർ. എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിൽ ഹെൽപ്പ് യു ഇൻ ഫർദർ സ്റ്റഡീസ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചുള്ള പഠനം ഇനി വരുന്ന ക്ലാസ്സുകളിലും അതുപോലെ ഇതെവിടെയെല്ലാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ഡെയിലി ലൈഫിലെന്നും ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചാപ്റ്റർ പഠിക്കുക. ഓക്കെ, താങ്ക് യു.